Welcome to Complementary Electronics for BSc Main Physics students, and this is semester 3 Complementary Electronics. And today's class is class number 47, Transformer Coupled Class A Amplifier. Transformer Coupled Class A Amplifier is the topic of discussion today. അപ്പോൾ ഇത് BSc ഫിസിക്സ് മെയിൻ കാരുടെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 3 ക്ലാസ്സാണ്. ഇന്ന് പഠിപ്പിക്കുന്നത് ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ ആണ്. ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ചില അഡ്വാൻറ്റേജ് കൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, അഡ്വാൻറ്റേജസ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. ഈ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്, അതുപോലെ അതിൽ പോരായ്മകളും. മേന്മകളാണ് കൂടുതൽ. അഡ്വാൻറ്റേജസ് ഓഫ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. It requires no expensive or bulky components. ഇതിന് ചിലവ് കൂടിയ, ഇപ്പോൾ ട്രാൻസ്ഫോർമർ പോലെയുള്ള ചിലവ് കൂടിയ കമ്പോണൻസ് ആവശ്യമില്ല. സൈസ് വലുതായിട്ടുള്ള കമ്പോണൻസ് ആവശ്യമില്ല. രണ്ടാമത്തത്, ദ ഓവറാൾ ആംപ്ലിഫിക്കേഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് അതർ കപ്ലിങ്സ്. മറ്റ് കപ്ലിങ്സിനേക്കാൾ ഈ ഓവറാൾ ആംപ്ലിഫിക്കേഷൻ കൂടുതലാണ്. അടുത്തത്, it has minimum possible non-linear distortion because it does not use any coils or transformers which might pick up undesired ആക്കണം, UNDISIRED, undesired signals. മറ്റ് സിഗ്നൽ ഒന്നും പിക്കപ്പ് ചെയ്യില്ല. മറ്റ് സിഗ്നൽ പിക്കപ്പ് ചെയ്യുന്ന ട്രാൻസ്ഫോർമർ പോലെയുള്ള ഡിവൈസുകൾ കോയിൽ ഇതിനകത്തില്ലാത്തത് കൊണ്ട് ഡിസ്റ്റോഷൻ വളരെ കുറവാണ്. മറ്റ് സിഗ്നൽ ഒന്നും പിക്കപ്പ് ചെയ്യാത്തത് കൊണ്ട് നോൺ ലീനിയർ ഡിസ്റ്റോഷൻ ഇതിനകത്ത് കുറവാണ്. ഡിസ്റ്റോഷൻ കുറവാകുക ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു സവിശേഷതയാണ്, അഡ്വാൻറ്റേജാണ്. ഇറ്റ് ഹാസ് എ വെരി ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. നല്ല ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ട്. അതിന് കാരണം ഇറ്റ് ഗീവ്സ് എ യൂണിഫോം വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. വളരെ കൂടിയ ഫ്രീക്വൻസി റേഞ്ചിൽ ഇത് നല്ല യൂണിഫോം ആയിട്ടുള്ള ഒരു ആംപ്ലിഫിക്കേഷൻ തരും. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, വേണമെങ്കിൽ പറയാവുന്നതാണ്. ഡ്യൂ ടു ലോഡിംഗ് എഫക്റ്റ് ഗെയിൻ മേ ബി സ്മോൾ അറ്റ് ഹൈ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ഇതിന് സംഭവിക്കും. അപ്പോൾ ഗെയിൻ അല്പം കുറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സം ഡിസ്റ്റോഷൻ. അപ്പോൾ ഡിസ്റ്റോഷൻ ഇല്ലെന്ന് തീരെ പറയാൻ പറ്റത്തില്ല, ചെറിയ ഡിസ്റ്റോഷനും ഉണ്ടായിരിക്കും. ഇനിയാണ് നമ്മളിതിനകത്തുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ആ ഗ്രാഫ് ഒന്ന് നന്നായിട്ട് വരക്കണം. ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ ഇതാണ് ഈ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഗ്രാഫ്. എക്സ് ആക്സിൽ ഫ്രീക്വൻസി, വൈ ആക്സിൽ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. മുകളിൽ കാണുന്നത് ഫ്ലാറ്റ് റെസ്പോൺസ് ആണ്. താഴെ റോൾ ഓഫ്, ലോ ഫ്രീക്വൻസി റോൾ ഓഫ്, മുകളിൽ ഹൈ ഫ്രീക്വൻസി റോൾ ഓഫ്. ആ റോൾ ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഗെയിൻ കുറയുന്ന ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പർ കട്ട് ഓഫിൽ ചെല്ലുമ്പോഴും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ചെല്ലുമ്പോഴും ഗെയിൻ കുറയുന്നതിനായിട്ട് കാണാം. അതിന് റോൾ ഓഫ് എന്ന് പറയും. ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് അറിയാമല്ലോ. ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വൈ ആക്സിലും ഇൻപുട്ട് ഫ്രീക്വൻസി എക്സ് ആക്സിലും എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് ഈ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഈ കാണിക്കുന്ന ഷേപ്പ് നമ്മൾ ഈ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലൊക്കെ പഠിക്കുന്നതാണ്. Frequency response is a graphical plot of amplifier gain, amplifier overall gain against the frequency of the signal. RC coupled amplifier two-stage has very flat frequency response. ഇതിന് ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണുള്ളത്. മിഡ് ഫ്രീക്വൻസിയിൽ കൂടിയ റേഞ്ചിൽ ഇതിൻ്റെ ഗെയിൻ സ്റ്റഡി ആയിട്ട് നിൽക്കും. അതുകൊണ്ട് ഇത് അഡ്വാൻറ്റേജിയസ് ആണ്. It gives a uniform voltage magnification over a wide range from a few hertz to a few megahertz. അപ്പോൾ ഹെഡ്സ് മുതൽ മെഗാഹെഡ്സ് വരെ ഫ്രീക്വൻസിയിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ബിക്കോസ് റെസിസ്റ്റേഴ്സ്, ഇപ്പോൾ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ കാരണം എന്താണ്? ബിക്കോസ് റെസിസ്റ്റർ വാല്യൂസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഫ്രീക്വൻസി ചേഞ്ചസ്. ഇതിനകത്ത് റെസിസ്റ്റൻസ് ആണല്ലോ കൂടുതലുള്ളത്. റെസിസ്റ്റൻസ് ഈ ഫ്രീക്വൻസി കാര്യമായിട്ട് ആശ്രയിക്കില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് കാരണം.
ഈ റെസ്പോൺസ് ഫ്ലാറ്റായ. ഇനി നമ്മളൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിക്കുകയാണ്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് ആംപ്ലിഫയർ എസ് എ ടൈപ്പായിട്ട് ചോദിക്കാവുന്നതാണ്. ആർ സി കപ്പിൾ ചോദിക്കാം, ട്രാൻസ്ഫോമർ കപ്പിൾ ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഉത്തരമായിട്ടാണ് പറയുന്നത്. റൈറ്റ് വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലൈൻ ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ, മെൻഷൻ ഈസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഒരു ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ പറയുക, അതിൻ്റെ അഡ്വാൻറ്റേജും അതേപോലെ ഡിസഡ്വാൻറ്റേജും പറയണം. രണ്ട് കാര്യങ്ങളും പറയണം. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നീറ്റായിട്ട് വരയ്ക്കണം. ഇവിടെ ആർ സി കപ്ലിങ്ങിന് പകരം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് ട്രാൻസ്ഫോർമർ T1 T2 ആണ് നമ്മൾ കപ്പിൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലെ ഫസ്റ്റ് ട്രാൻസ്ഫോർമർ പ്രൈമറി, രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ സെക്കൻഡ് ട്രാൻസ്ഫോർമർ പ്രൈമറി. റെസിസ്റ്റേഴ്സിൽ R1 R2 R3 R4 അങ്ങനെ R7 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ട്രാൻസിസ്റ്റർ Q1 Q2 സപ്ലൈ സിംഗിൾ സപ്ലൈ സോഴ്സാണ് VCC കൊടുക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കണം. ട്രാൻസ്ഫോർമർ കപ്ലിങ്ങാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഈ പിന്നെ എമിറ്ററിൽ REC എന്നുള്ളതിന് പകരം ഇവിടെ പേര് പ്രത്യേകം കൊടുത്തിരിക്കുകയാണ്. R3C2 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ആ പേര് എഴുതുക. അത് REC എന്നുള്ള ഓർഡറിലാണ്. അപ്പോൾ ഫസ്റ്റിലും ട്രാൻസ്ഫോർമർ കപ്ലിങ്, സെക്കൻഡ് സ്റ്റേജിലും ട്രാൻസ്ഫോർമർ കപ്ലിങ്ങിന് എംപ്ലോയ് ചെയ്യുക. അപ്പോൾ ഈ പടം വരച്ചു കൊള്ളാം. So you look, Q1 Q2 are the transistors. In the second, in the transformer, T1 is the coupling transformer and T2 is the ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ. അപ്പോൾ രണ്ട് ട്രാൻസ്ഫോർമറാണ് കപ്ലിംഗ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റിനെ കപ്ലിംഗ് എന്ന് പറയും, സെക്കൻഡിനെ ഔട്ട്പുട്ട് കപ്പിൾ ചെയ്യാൻ വേണ്ടി ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ എന്ന് പറയും. C1 is input coupling capacity, whereas C2, C3 and C4 are the bypass capacitors. Resistors R1 R2 as well as R4 and R5 form voltage divider circuit. നമ്മൾ ആംപ്ലിഫയറിൽ പറയുന്നതാണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്സ്. whereas R3 and R6 are the emitter stabilizing resistors. Circuit operation. When input signal is coupled through C1 to the base of Q1, it appears in an amplified form at the primary of T1. From there, it is passed on to the secondary by magnetic induction. Magnetic induction മുഖേനയാണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മുഖേനയാണ് ട്രാൻസ്ഫോർമർ സെക്കൻഡറിയിലേക്ക് വോൾട്ടേജ് പോകുന്നത്. moreover, T1 provides DC isolation. അപ്പോൾ ട്രാൻസ്ഫോർമറിനെ DC ഐസൊലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. Between input and output circuits. The secondary of T1 applies the signal to the base of Q2, which appears in an amplified form in the primary of T2. From there, it is passed on to the secondary by magnetic induction and finally appears across the matched load R7. തിയറി, ഇതിനകത്ത് ഒന്ന് രണ്ട് ഇക്വേഷൻ ഉണ്ട്, അതൊരു പഠിക്കണം. പ്രോബ്ലം ചോദിക്കുന്ന ഇക്വേഷൻസ് ആണ്. തിയറി, എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ ഓഫ് ഫസ്റ്റ് സ്റ്റേജ് AB1 is R01/RE1. നമ്മൾ സാധാരണ പഠിക്കുന്ന ഗെയിൻ ഇക്വേഷനാണ് ആംപ്ലിഫയറിൻ്റെ. വേറെ RE1 is 50mV/I, 25 ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 50, ചിലമീനാണ് 50. R1 is equal to A square RI2, where A is equal to N1/N2. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയുടെ റെസിപ്രോക്കലാണ്. A is N1/N2. RI2 is equal to R4 parallel, R5 parallel, beta to RE2. Similarly, AV2 is R02/RI2, where R02 is A square R7, RE2 is 50/I. Overall gain AV is equal to AV1 into AV2. ഇനി അടുത്തതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്ഫോർമർ കപ്പിൾഡ് ആംപ്ലിഫയർ. അഡ്വാൻറ്റേജസ് എന്താണ്, ഇതിൻ്റെ മേന്മകൾ? ട്രാൻസ്ഫോർമർ കപ്ലിംഗ് ഓപ്പറേഷൻ ഈസ് ബേസിക്കലി more efficient because of low DC resistance. ഈ റെസിസ്റ്റൻസ് പോലെ DC ക്ക് വലിയ പ്രതിരോധമൊന്നും ട്രാൻസ്ഫോർമർ കോയിൽ കാണിക്കാറില്ല.
അതുകൊണ്ട് കപ്ലിംഗ് വളരെ അഡ്വാൻറ്റേജസ് ആണ് ഈ സിഗ്നൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ. Transformer coupling operation is basically more efficient because of low DC resistance of the primary connected to the collector circuit. Number 2, it provides a higher voltage gain. Number 3, it produces impedance matching between stages തമ്മിൽ ഇമ്പഡൻസ് മാച്ചിങ് ഉണ്ടാകും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, the coupling transformer is costly and bulky at audio frequencies. ചെറിയ ഫ്രീക്വൻസിയിൽ കപ്ലിംഗ് ട്രാൻസ്ഫോർമർ അത് വളരെ സൈസ് വലുതായിരിക്കും, മാത്രമല്ല ചിലവ് കൂടുതലായിരിക്കും, ചിലവ് കോസ്റ്റ്ലി ആയിരിക്കും. നമ്പർ 2, at radio frequency the inductance and winding capacitance, ഈ വയർ തമ്മിലൊരു ഈ കോയിൽ തമ്മിൽ അതിൻ്റെ ടേൺസ് തമ്മിലൊരു വൈൻഡിങ് കപ്പാസിറ്റർ ഉണ്ട്. വൈൻഡിങ് കപ്പാസിറ്റർ പ്രസൻറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഹാസ് പൂവർ ഫ്രീക്വൻസി റെസ്പോൺസ് പൂവറാണ്, കാരണം ഷാർപ്പായിരിക്കും. വൈഡ് റേഞ്ചിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. വൈഡ് റേഞ്ചിൽ ഇറ്റ് ഹാസ് പൂവർ ഫ്രീക്വൻസി റെസ്പോൺസ് ബിക്കോസ് ദ ട്രാൻസ്ഫോർമർ ഈസ് frequency sensitive. Number 4, it introduces hum in the circuit അത് ഹം ഉണ്ടാക്കും, ഒരു മൂളൽ. നമുക്കറിയാം ചില ട്രാൻസ്ഫോർമറൊക്കെ ഈ സ്ട്രീറ്റിലിരിക്കുന്ന ട്രാൻസ്ഫോർമർ ശബ്ദം ഉണ്ടാക്കത്തില്ല, അതുപോലെ ഇത് പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറിയ ഹമ്മിങ് സൗണ്ട് ഉണ്ടാകും. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഗിവ് ദി ഒരു ഷോർട്ട് ആൻസറാണ്. എസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷോർട്ട് ആൻസർ ഗിവ് ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ട്രാൻസ്ഫോർമർ കപ്പിൾ ആംപ്ലിഫയർ. വരച്ച് പഠിക്കണം. RC കപ്പിൾ വരയ്ക്കുന്ന പോലെ തന്നെ ആ കപ്ലിംഗ്, ഈ RC കപ്ലിങ്ങിൻ്റെ മുകളിൽ ട്രാൻസ്ഫോർമർ കപ്ലിംഗ് കൊടുത്താൽ മതി, 2 ട്രാൻസ്ഫോർമർ ട്യൂണിട്ട് വരച്ചാൽ മതി. That is all with your 47th class. We continue our topic. Thank you very much. The next class we do problems of transformer coupled amplifier. Thank you.